നബിയെ, കുടുംബം കൊണ്ട് ഞങ്ങളെ അള്ളാഹു അപമാനിക്കുമോ? മക്കളെ കൊണ്ട് അള്ളാഹു ഞങ്ങളെ അപമാനിക്കുമോ? ബന്ധങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് ഞങ്ങളെ അപമാനിക്കുമോ നബിയെ? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, കുടുംബം നന്നാക്കുന്നവർക്ക് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ആ കുടുംബത്തിന്റെ ഭംഗിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബം അറ്റുപോയപ്പോൾ അത് വിളക്കി ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിൽ അള്ളാഹു പ്രത്യേക സ്ഥാനം അള്ളാഹു താല ആദരിച്ചു നൽകുന്നുണ്ട്. അതിനെന്ത് വേണം? കുടുംബത്തെ റബ്ബിന്റെ ദീനിൽ കൊണ്ടു നടക്കാൻ പറ്റണം. ഇന്ന് പല കുടുംബങ്ങളിലും നിസ്കാരവും നോമ്പും ഉണ്ട്, ദീനില്ല. പല കുടുംബത്തിലും ദീനില്ല. നേരം കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് 6:30 മണിക്കും 7 മണിക്കും 7:30 മണിക്കും, കിടന്നുറങ്ങുന്നത് 11 മണിക്കും 11:30 മണിക്കും 12 മണിക്കും. കണ്ടുതീരാത്ത വൃത്തികേടുകളുടെ മൊബൈലുകൾ, കണ്ടുതീരാത്ത വൃത്തികേടിന്റെ സിനിമകൾ, കേട്ടുതീരാത്ത നുണകളുടെ പാലപ്പടക്കങ്ങളുടെ കഥകൾ കേട്ടും രസിച്ചും അർദ്ധമയക്കത്തിന്റെ പകുതി കണ്ണുമായി കിടന്നുറങ്ങുന്നവർക്ക് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. മകൻ എന്ത് കാണുന്നു, മകൻ എവിടേക്ക് പോകുന്നു എന്ന് ചില രക്ഷിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സ്ഥലം അടക്കാതെയും ബന്ധങ്ങൾ വിച്ഛേദിച്ച് അകന്നു കഴിയുന്ന 100 കണക്കിന് മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരെ, നോമ്പുകാരെ, പള്ളി കമ്മിറ്റിക്കാരെ, അള്ളാന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന 10,000-ങ്ങളെ കുടുംബത്തിന്റെ വിഷയത്തിൽ ന്യായം ചെയ്യാതെ അനീതിക്കും അക്രമത്തിനും കൂട്ടുനിന്ന് പകക്കും വെറുപ്പും ഈഗോയും മനസ്സിൽ കൊണ്ടു നടന്ന് ആ വാശിയിൽ ജീവിക്കുന്ന നിരവധി ആളുകളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബം മധുരമാകണോ? ദീൻ ഉണ്ടാവണം. അത് ദീൻ മക്കൾ ആരിൽ നിന്ന് പഠിക്കണം? മാതാപിതാക്കളിൽ നിന്ന്.